പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിപ്പോൾ കുറേ മത്സ്യങ്ങളെ കണ്ടില്ലേ ഇപ്പോഴേ ഫിലിമിൽ? അതിൻ്റെ അകത്ത് കരിമീനിനെ പോലെ ഇരിക്കുന്ന മീനും കണ്ടില്ലേ? കരിമീനല്ല, അതാണ് പിറ്റസ് ഫിഷ്. നമ്മളുടെ കരിമീനെ പോലെ ഇരിക്കുന്ന മീൻ ഗലീലിയ കടലിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ, ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുക, അവിടെ പിറ്റസ് ഫിഷ് മാത്രമേ കൊടുക്കത്തുള്ളൂ, അത് പൊരിച്ച് കൊടുക്കും. ഈ പിറ്റസ് ഫിഷിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഷാണ് 10 ദിവസം പറഞ്ഞില്ലേ, നീ കടലിൽ പോയി ചൂണ്ടയിടുക, നിനക്ക് ഒരു മത്സ്യത്തെ കിട്ടും, അതിൻ്റെ അകത്ത് ഉള്ളിലൊരു സ്ഥാദ്യനുണ്ടാകും, അത് എനിക്കും നിനക്കും വേണ്ടി എടുത്ത് കൊടുക്കാൻ പറഞ്ഞില്ലേ, നികുതി കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ആ കരിമീനൊക്കെ പോലെ കാണുന്ന മീനാണ്, പിറ്റസ് ഫിഷാണ്. നമ്മുടെ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കൾ ശ്രദ്ധിക്കണം. അതായത് വരപ്രസാദ അവസ്ഥയിലായിരിക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിത മാർഗങ്ങളൊക്കെ പരാജയപ്പെട്ടാലും എൻ്റെ മക്കളിപ്പോൾ വരപ്രസാദ അവസ്ഥയിലായിരുന്നാൽ, നിൻ്റെ ജീവിത മാർഗങ്ങളിൽ ഒരു 10 പൈസ വരുമാനം ഉണ്ടാകാനോ നിനക്ക് ഒരു സാധ്യതയില്ലെങ്കിൽ പോലും നിൻ്റെ ദൈവം നിൻ്റെ അധ്വാനത്തിൻ്റെ കടപ്പുറത്തേക്ക് ബൈ പേഴ്സൺ വരും. പാപാവസ്ഥ എന്നിട്ട് ഇപ്പം കണ്ടില്ലേ, എന്ത് കിട്ടിയാലും ഒരു ഭയങ്കരമായൊരു വചനം അവിടെ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ. അതായത് അവരുടെ വല ഇപ്പം 21:11 ഇത്രയേറെ മത്സ്യങ്ങൾ കിട്ടിയിട്ടും അവരുടെ വല കീറിപ്പോയില്ല. പ്രൈസ് ലോർഡ്. അത് നിസ്സാര കാര്യമല്ലത് ശരിക്കും. ഇത്രയും അധ്വാനിച്ചിട്ട് വല കീറിപ്പോച്ചെങ്കിൽ എന്ത് പറ്റിയേനും? എല്ലാ മീനും കടലിൽ തന്നെ പോയേനും. അപ്പോൾ വല മത്സ്യം കിട്ടുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിഷയമാണ് വല കീറാണ്ടിരിക്കുന്നത്. മത്സ്യം കിട്ടണ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വല കീറാണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾക്ക് ചിലർ പറഞ്ഞു ഓവർസിയർ അല്ലെങ്കിൽ എൻജിനീയർ, അയാൾക്ക് 1,60,000 ഇപ്പം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നില്ല, ഒരു സച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ 1,60,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ ഗവൺമെൻറ് 6 ദിവസത്തേക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി സാലറി ചാലഞ്ച് പറഞ്ഞപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടി. നിങ്ങൾക്കറിയണോ ഈ ലോകം എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? ഇനി ഗവൺമെൻറ്റിന് ജോലി ആവശ്യമില്ലാത്തൊരു കാലം കേരളത്തിൽ വരും. ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം ഗവൺമെൻറ് ജോലി എന്നല്ലേ. ഗവൺമെൻറ് ജോലി ആവശ്യമില്ല. ഗവൺമെൻറ്റിന് ആരെയും തോന്നുണ്ടാക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഇതെല്ലാം പ്രൈവറ്റ് ചെയ്യും. എല്ലാ രാജ്യത്ത് നിൽക്കാൻ കളിയില്ലാത്തൊരു കാലം ഒരു 50 കൊല്ലത്തിനുള്ളിൽ അത് വരും. കമ്പനീസ് ഗവൺമെൻറ് വികസന പ്രവർത്തനത്തിന് ഇപ്പോൾ കാശില്ലല്ലോ, ശമ്പളം കൊടുക്കാനല്ലേ കാശുള്ളൂ. അതായത് പലപ്പോഴും ഞാനവർ ജസ്റ്റ് പൊതുസംഭവം ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ 1,60,000 രൂപ നമുക്ക് ശമ്പളം കിട്ടി. അപ്പോൾ നമ്മളുടെ കുടലിന് ക്യാൻസർ വന്നാലോ? നമ്മളൊരു ദാനം, ഒരു 10 പൈസ പോലും ദാനം ചെയ്യത്തില്ല, ഒരു മനുഷ്യന് കൊടുക്കത്തില്ല, അറക്ത കൈക്കുപ്പ് തേക്കത്തില്ല. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയൊക്കെ ഇങ്ങനെ കേരളത്തിൽ പെരുകണത് എന്താ? മനുഷ്യൻ്റെ ഒരു പാപത്തിൻ്റെ ഭാഗമാണത്, ഒരു സംശയമില്ല. രോഗം ദൈവശാപമാണെന്ന് പറയുകയല്ല. അതായത് ചില അണ്ണന്മാർ എത്ര കാശ് കിട്ടിയാലും പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിട്ട് ഗേറ്റും പൊട്ടിക്കളയും. ഗേറ്റിൻ്റെ വേണമെങ്കിൽ മതിൻ്റെ ഉയരവും കൂട്ടും. 12 അടി 20 അടിയൊക്കെ ടിപ്പു സുൽത്താൻ്റെ കോട്ട പോലെ കെട്ടി വെക്കും. മനുഷ്യരകത്ത് കയറ്റത്തില്ല, മനുഷ്യരോട് സംസാരിക്കത്തില്ല. സംസാരിച്ച് പോയാൽ 10 പൈസ ഇല്ലാത്തതിന് കൊടുക്കേണ്ടി വരികയല്ലേ. അത് കാരണം ഇങ്ങനെ ഒരു ദ്വീപ് പോലെ ജീവിക്കണ ആൾക്കാരുണ്ട്. അപ്പോൾ കരളിന്, കുടലിന്, കിഡ്നിക്കൊക്കെ അസുഖം ഉണ്ടാവും. അതുകൊണ്ടുണ്ടാകണമെന്ന് ഞാൻ പറയണില്ല. മനുഷ്യന്മാർ പ്രായമാകുമ്പോഴും പ്രത്യേക സാഹചര്യത്തിലുണ്ടാകുമ്പോൾ രോഗം വരും, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ കയ്യിരിപ്പ് കൊണ്ട് ദൈവ വരപ്രസാദം നഷ്ടപ്പെടുത്തിയാൽ, സഹോദരനെ ആരാണ് എൻ്റെ അയൽക്കാരനെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നാൽ, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നാൽ, ഈ പുലികളെല്ലാം പൂച്ചയായി മാറും, പൂച്ചകളെല്ലാം പുലിയായി മാറും. അതായത് നമ്മളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അതായത് ഞാനാണോ എൻ്റെ സഹോദരൻ്റെ അയൽക്കാരനെന്ന് ചോദിച്ചാൽ പിന്നെ അവസ്ഥ അറിയാമല്ലോ. പിന്നെ കായൻ പറയണത് എന്താ? കായനാണ് ഈ ഡയലോഗ് കാശണത് ആദ്യം. പക്ഷേ പിന്നെ കായൻ എന്താ പറയണത്?
എനിക്ക് പേടിയാണെന്ന് പറയും. എന്തിനാ പേടിക്കണം നീ? പൂച്ചയൊക്കെ പുലി പോലെ ഇരിക്കണമെന്ന്. അതാണ് സംഭവം. പ്രകൃതി അവനെതിരായി. നീ നിൻ്റെ സഹോദരൻ മറന്നാൽ നിൻ്റെ സാഹചര്യം നിനക്ക് അനുകൂലമാകത്തില്ല, പ്രതികൂലമാകും. അപ്പം നിനക്ക് ഭയം വരും. അവന് ഭയം വരും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, സാഹചര്യത്തെ ഇങ്ങനെ ആരും ചോദിക്കാനും പറയാനില്ലാത്ത വലിയ മഹാന്മാരായിട്ട് ജീവിക്കാവുന്ന ഒരു മനുഷ്യൻ കരുതണ്ട. കാര്യം ദൈവത്തിൻ്റെ ഭൂമിയാണത്. ദൈവം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള എന്തെങ്കിലും വരുമ്പോൾ ഞാൻ ഇതൊക്കെ പറയണമെന്നറിയാവോ? അതായത് നിങ്ങളായിട്ട് വല കീറാതിരിക്കാൻ വേണ്ടി പറയണതാണ്. ഇപ്പം നമുക്ക് ഒത്തിരി സമ്പത്ത് കിട്ടും. ഇപ്പം കുറേ ആൾക്കാർക്ക് ഈ നമ്മുടെ നാടിനോട് പുച്ഛമായിരുന്നല്ലോ. ഇപ്പം നാട് മാത്രമല്ലേ ഉള്ളു അവരെ സഹായിക്കാനും സന്ധിക്കാനും. അതായത് സ്വയം ഗുണപ്രഭുമാരെ മറക്കരുത്, സ്വന്തം സംസ്ഥാനത്തെ മറക്കരുത്, രാജ്യത്തെ മറക്കരുത്. എന്ത് ചെയ്താലും അതെല്ലാം വല കീറണ പരിപാടിയായിട്ട് മാറും അവസാനം. നീ കുറേ അധ്വാനിക്കും, പക്ഷെ ഒന്നും നേടത്തില്ല. അതാണ് ഇങ്ങനെ. അതായത് വരപ്രസാദത്തിൽ ആണ് നമ്മൾ അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല കീറത്തില്ല. അതാണ് അപ്പോസ്തലന്മാരുടെ പുസ്തകം എഴുതി യോഹന്നാൻ 21:11 കണ്ടില്ലേ? ഇത്രയേറെ മത്സ്യം കിട്ടിയിട്ടും അവിടെ വല കീറിയില്ല. വരപ്രസാദത്തിലാണ് ജീവിക്കണതെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം ഒന്നും നഷ്ടപ്പെടത്തില്ല. പറഞ്ഞ മനസ്സിലാകണ്ടോ എനിക്ക്? വരുമാനത്തിൻ്റെ പേര് കർത്താവ് സാത്താൻ ജോബിനെക്കുറിച്ച് എന്നാ പറയണത്? അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വേലി കെട്ടില്ലെന്ന് ചോദിക്കണില്ലേ? ജോബ് 1:10 അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വേലി കെട്ടിയില്ല എന്ന് ചോദിക്കണില്ലേ? അത് ദൈവം വേലി കെട്ടിയതല്ലത്. ജോബ് 1:10 എന്താണ്? ജോബ് നല്ല ജീവിതമുള്ളവനായിരുന്നു, വരപ്രസാദമുള്ള ജീവിതമായത്. വരപ്രസാദമുള്ള ജീവിതമായത് കൊണ്ടാണ് ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടിയത്. സാത്താൻ ആക്രമിച്ചു. ദൈവത്തിൻ്റെ അനുവാദം വേണം അതിന്. വരപ്രസാദം ഉള്ളവൻ്റെ സമ്പത്ത് അവൻ്റെ വല കീറണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം ഉണ്ടാകണം. ദൈവത്തിൻ്റെ അനുവാദത്തിലൂടെയാണ് ചെയ്തത്. പക്ഷേ അതുകൊണ്ടെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം റീസ്റ്റോർ ചെയ്യേണ്ടി വന്ന അവസാനം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു ജോബിനെ. അപ്പോൾ വരപ്രസാദത്തിൽ അധ്വാനിക്കണം. ഇനി വേറെ രസമുള്ളത് കഴിഞ്ഞാൽ ഈ വല കീറിയ ഏർപ്പാടുണ്ട്. ഈ നിശ്വാസം കിട്ടുന്ന മുമ്പ് ഇവർ പണിക്ക് പോയായിരുന്നല്ലോ. വരപ്രസാദം കിട്ടുന്ന മുമ്പ് ഇവർ പണിക്ക് പോയായിരുന്നല്ലോ. 5:6 അല്ലേ? ലുക്കായുടെ സുവിശേഷം 5:6 എഴുതിയിരിക്കണത് എന്താണ്? അവർക്ക് വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി, പക്ഷേ വല കീറിപ്പോയി. ആ വചനം വൃത്തിയായിട്ട് കിടക്കാം, കണ്ടില്ലേ നോക്കി? അവർക്ക് വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി, അവിടെ ഉണ്ടാകും, കണ്ടില്ലേ? 8:6 ലുക്കായുടെ സുവിശേഷം അവിടെ വല കീറിപ്പോയി. 5:6 എന്താ വല കീറാൻ കാരണം? 10 ദിവസം അവിടെ പറയുന്നുണ്ട്, ഞാൻ വരപ്രസാദത്തിലല്ല, എന്നെ വിട്ടു പോകണമെന്ന്. ഞാൻ വരപ്രസാദത്തിലല്ല കർത്താവേ, ഞാൻ പാപിയാണ്. 5:8 ലുക്കായുടെ സുവിശേഷം പറയുന്നില്ലേ? കർത്താവേ, എന്നെ വിട്ടു പോകണം, ഞാൻ പാപിയാണ്, ഞാൻ വരപ്രസാദത്തില്ല. വല കീറിയിരിക്കണം, കണ്ടില്ലേ? എൻ്റെ അധ്വാനം വെള്ളത്തിൽ പോയത് കണ്ടില്ലേ? ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണം. അതാണ് വരപ്രസാദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. എൻ്റെ പേര് പുഷ്പ. ഞാൻ 2019 ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ കോവിഡ് കാരണം എൻ്റെ 2 വർഷം വരാൻ പറ്റാഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ 2024 ജൂൺ 7 ഉടമ്പടി രണ്ടാമത് എടുക്കുകയും ചെയ്തു. ഉടമ്പടി ഞാൻ എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം കിട്ടിയ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹമാണ് ഞാൻ ആദ്യമേ പറയുന്നത്.
ജൂൺ 7 ഉടമ്പടി എടുക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ഞാൻ ജൂൺ 14 എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഗുജറാത്തിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ട്രെയിനിൻ്റെ സമയം മാറ്റിയത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പോകാറുള്ളപ്പോഴെല്ലാം 12:30 കായംകുളത്ത് നിന്ന് പോകുന്നത്. അന്നും പതിവ് പോലെ 12:30 എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. മകൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അന്ന് മൺസൂൺ ആയത് കാരണം സമയം ചേഞ്ചാക്കി അന്ന് കായംകുളത്തുനിന്ന് 10:45 ട്രെയിൻ വരുന്നതെന്ന് അറിയുന്നത്. എന്നാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും കായംകുളത്ത് വരെ 3/4 മണിക്കൂർ കൊണ്ട് പോകാൻ സാധ്യമല്ലായിരുന്നു. എങ്കിലും ഞങ്ങളെല്ലാം എളുപ്പം എടുത്തുകൊണ്ട് ഹരിപ്പാട് ചെന്നപ്പോൾ ഫോണിൽ നോക്കിയപ്പോൾ ട്രെയിന് കായംകുളത്തു നിന്ന് വിട്ടെന്നാണ് മെസ്സേജ് വന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ടാക്സിക്കാരനോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, പിന്നെ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ എൻ്റെ കയ്യിലിരുന്ന മാതാവിൻ്റെ കാശുരൂപം എടുത്ത് പ്രാർത്ഥിക്കുകയും, അമ്മേ മാതാവേ, ഈ ട്രെയിനിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ റോഡിൻ്റെ പണി ആയിരുന്നിട്ട് കൂടിയും 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കളക്ട്രേറ്റിൻ്റെ അവിടം വരെയായി. 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് 11 മണിക്ക് ആലപ്പുഴ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിന് അന്ന് 11:15 വന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ട്. പക്ഷേ പിടിച്ചിടാനായിട്ട് പ്ലാറ്റ്ഫോം ഇല്ലാത്തതിനാൽ ഇച്ചിരി ദൂരം മാറി കിടക്കുകയാണ്. 11:15 ആ ട്രെയിൻ എനിക്ക് പോകാൻ പറ്റി. അന്ന് ഒരാഴ്ചക്കകം അമ്മ വന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നീട് ഉള്ളത് എനിക്ക് കടങ്ങളുണ്ടായിരുന്നു. അത് വീട്ടുവാൻ വേണ്ടി ഞാനൊരു ലോണിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ 2.5 വർഷം കൊണ്ട് ഞാൻ എല്ലാ പേപ്പേഴ്സും എല്ലാം റെഡിയാക്കി ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും അടുത്ത ആഴ്ചയാട്ടെ, ഇന്നിവിടെ ആളില്ല, പിന്നെ വരാം, എങ്ങനെ പറഞ്ഞാണ് എന്നെ വിട്ടിരുന്നത്. ജനുവരി 16 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഇന്നെങ്കിലും എനിക്കിതൊന്ന് ശരിയാക്കി തരണേ. ഞാൻ ഒത്തിരി നാൾ കൊണ്ട് ഇതിന് നടക്കുന്നു, ഇനിയും ഇത് നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, അമ്മേ, ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് കൊണ്ട് എൻ്റെ മക്കൾ ചെല്ലുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് ആ കാര്യങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ബാങ്കിൽ ചെന്ന് ബാങ്കിലോട്ട് കയറുന്നതിന് മുന്നേ ലോക്കറ്റ് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് അമ്മേ മാതാവേ, എന്നെ മുൻപേ കയറണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ജപമാല പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ചെന്ന് മാനേജറെ കണ്ടപ്പോൾ മാനേജർ ചോദിച്ചു, ഓട്ടോ വരുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നിനിയും വരാൻ പറ്റത്തില്ല, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. പക്ഷേ എനിക്കങ്ങ് ഭയങ്കര വിഷമം വന്നു. കാരണം ഞാൻ അന്ന് ഒത്തിരി വിശ്വസിച്ചു. ഞാൻ അന്ന് ദിവ്യബലി പങ്കെടുത്തപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അമ്മ എൻ്റെ കൂട്ടത്തിൽ വരണമേ എന്നായിരുന്നു. അപ്പം എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു വരുമെന്ന്. പക്ഷേ മാനേജർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ മാനേജറിൻ്റെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് പിന്നെ ഞാൻ മാനേജറെ ഒന്നുകൂടെ നോക്കി. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുഷ്പ ഇങ്ങ് വന്നേ, പോയി ഓട്ടോ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോയിലാണ് വന്നേന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണുകയും എല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്യുകയും എനിക്ക് അടുത്ത 1 മാസത്തിനകം 10 ലക്ഷം രൂപ ലോണ് കിട്ടുകയും എൻ്റെ കടങ്ങളെല്ലാം വീട്ടുവാൻ സാധിക്കുകയും ചെയ്തു. പിന്നീടുള്ളത് ഇതെൻ്റെ ഇളയ മകളാണ്. എൻ്റെ മൂത്ത മകൾക്ക് സാക്ഷ്യം പറയാനായിട്ട് അവൾ ഇടയില്ലാത്തതുകൊണ്ട് അവിടെ സാക്ഷ്യം പറയുന്നില്ല. ഇതെൻ്റെ ഇളയ മകളാണ്. 2 പേർക്കും PCOD ആണ്. 2 പേർക്കും പീരിയഡ്സ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മാതാവേ, അവർക്ക് വേദന സഹിക്കുവാനുള്ള ശക്തി കൊടുക്കണമെന്ന്. അതുപോലെ വേദനയായിരുന്നു, കണ്ടു നിൽക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അങ്ങനെ 2 പേരും വേദന അനുഭവിക്കുന്നവരായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്കലില്ലായിരുന്നു. ഇവർ പഠിക്കാൻ പോയത് കാരണം ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വയറ്റിൽ തൈലം തേച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഈ വർഷം ജൂൺ ആയപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വേദന, ചിലപ്പം 10, 12, 8, 9 ദിവസങ്ങളിലൊക്കെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പോകാനും എൻ്റെ ആവശ്യങ്ങൾക്കൊന്നും പുറത്തോട്ട് പോകാനും ഒക്കെ വയ്യാതെ വന്നപ്പോഴും ഞാൻ എൻ്റെ കാര്യം പറയുന്നില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിങ്ങനെ തൈലം തേക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡോക്ടറിനോട് പറഞ്ഞെങ്കിൽ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പം പറഞ്ഞു പീരീഡ്സ് നിൽക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു.
അതിന് ഒരാഴ്ച മരുന്ന് തന്നു, എന്നിട്ടും കുറവില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒന്നും കൂടെ ചെയ്തു. ഞാൻ അപ്പോഴും ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 1 മാസം വീണ്ടും മരുന്ന് കഴിച്ചിട്ട് ചെല്ലാം ചെയ്ത്. പക്ഷെ ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു, ഞാൻ ഈ മരുന്ന് ഇതിൽ കൂടുതൽ ഇനി ഞാൻ കഴിക്കത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് മാറ്റി തന്നാൽ മതി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേദന സഹിക്കുവാനുള്ള കൃപയും കൊടുക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും അമ്മ മാതാവ് എൻ്റെ ഓവറിയിലുള്ള സിസ്റ്റം പൂർണ്ണമായും എടുത്തു മാറ്റി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സ്കാൻ ചെയ്തപ്പോഴേ എൻ്റെ ഓവറിയിൽ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞത് അത് അവിടെ ഇല്ല, ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഇപ്പം പറഞ്ഞത്. പിന്നീട് ഉള്ളത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അടുത്ത വർഷം ഞാൻ നന്ദിയുള്ള ഒരു മകളായിട്ട് അമ്മയുടെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് ഞാൻ ജപമാല റാലിയിൽ വരുന്ന 25-ാം തീയതി ജപമാല റാലി, 23-ാം തീയതി വിസയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ പുറത്തോട്ട് പോകാൻ നോക്കുകയാണ്. വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഏജൻസി എല്ലാം ഓക്കെ ആണെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ 25-ാം തീയതി സന്തോഷത്തോടു കൂടി വന്ന് അമ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ജപമാല റാലിയിൽ പങ്കെടുത്തു. 27-ാം തീയതി ആയപ്പോഴത്തേക്ക് വിസ ശരിയായി എന്നും പറഞ്ഞ് വിസ അവളുടെ ഫോണിൽ അവൾക്ക് ഇട്ടുകൊടുത്തു. ഇന്ന് അവൾക്ക് ദുബായിലോട്ട് പോകാൻ ടിക്കറ്റ് എടുക്കുമെന്നാണ് ഏജൻസി പറഞ്ഞത്. അതും അമ്മ മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് അക്രൈസ്തവരായിട്ടുള്ള മക്കൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അവരെ എന്തുവാണ് കൃപാസനത്തെക്കുറിച്ച് പലരും പലത് പറയുന്നു, എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എനിക്ക് കിട്ടിയ രോഗസൗഖ്യം ഞാൻ അവരോട് പറയുമ്പോൾ ഇതുപോലെ അല്ലല്ലോ മറ്റുള്ളവർ പറയുന്നതെന്ന് പറയും. അത് ഞാൻ അപ്പോഴവരോട് പറഞ്ഞത് എൻ്റെ അനുഭവം ഇതാണ്, മറ്റുള്ളവർ പറയുന്നതല്ല, നിങ്ങളും കൂടെ പോയി അതൊന്ന് അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് അറിയാൻ പറ്റുകയുള്ളൂ. ഞാൻ പത്രം കൊണ്ടു ചെല്ലുന്നത് നോക്കിയിരിക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ ഒരു കൃപാസന അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്. അതിലൊരു അംഗമാണ് ഞാൻ. അതിൽ അഖണ്ഡ ജപമാലയിൽ ഞാനും മകളും പങ്കെടുക്കുകയും അതിലൂടെ പൊതിച്ചോറ് കൊടുക്കുകയും പാവങ്ങൾക്ക് ആഹാര സാധനങ്ങൾക്കുള്ള ഓരോ മാസത്തേക്കും വേണ്ടുന്ന സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഷെയർ ചെയ്യുകയും എൻ്റെ മക്കൾക്കാണെങ്കിലും അവരെൻ്റെ അടുക്കലല്ലാത്ത സമയത്ത് അവർ പോകുമ്പോൾ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അത് കണ്ടെങ്കിൽ അതിനകത്ത് അച്ഛൻ ഇന്ന് എന്തുവാണ് പറഞ്ഞത് അത് കണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി അങ്ങനെ ഞാൻ അവരോട് ചോദിച്ച് അത് മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാത്തിനും മാതാവിനെയും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ പുണ്യത്താരയിൽ ഒരു ചെൽക്കൂടി കയറാൻ ഭാഗ്യം അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം. എൻ്റെ പേര് ലിജീന മോൾ. ഞാൻ വരുന്നത് മുണ്ടക്കയം. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 16/7/2023 ഇത് എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ഈ മകന് വേണ്ടിയാണ്. എൻ്റെ ഈ മകന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു ഫുഡ് കഴിച്ചതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒഴിച്ചിലുണ്ടായി. വയറ്റിൽ നിന്ന് അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസമായപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വന്നു. പക്ഷേ കുഞ്ഞിന് വയറുവേദനയായി. പിന്നീട് അങ്ങോട്ട് വയറുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കണ്ട, ഒന്നും ചെയ്യേണ്ട, ഏത് നേരം കടത്തിയാൽ മാത്രം മതി, തൊടിയിട്ടത്തില്ല, ഒന്നും ചെയ്തില്ല. ഞങ്ങൾ രാത്രി അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു. എക്സ്റേ എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ വയറ് മുഴുവനും ഫ്ലൂയിഡാണ്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, ഇവിടെ പറ്റില്ല, ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോട്ടാളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഇവനെ സ്ഥിരം കാണിക്കുന്നൊരു പീഡിയാട്രീഷ്യനുണ്ട്. ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇത് പ്രശ്നം സീരിയസ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സ്റേ എടുത്തു. അവിടുത്തെ മെയിൻ സർജൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ മെയിൻ സർജൻ അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ നമുക്ക് എടുക്കണ്ട, അത് കുഞ്ഞല്ലേ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് റെഫർ ചെയ്ത് വിട്ടേച്ചാൽ മതി, അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് ആകെപ്പാടെ ഒരു അൺകോൺഷ്യസ് ആയിട്ടൊരു അവസ്ഥയിലാണ്. ആ സമയത്ത് വലിയ ഒന്നുമില്ല, ഇങ്ങനെ ചുമ്മാ മയനിയാണ്, കടക്കുവാണ്,
ഒരാക്റ്റീവല്ല. വണ്ടിയെ പോകുമ്പോഴേറ്റാലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാതാവേ, ഈ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാലും നീ കൂടെയുണ്ട്, നീ മാത്രമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡും കൊച്ചിനും കൂടി മാത്രമാണ് പോകുന്നത്. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ വണ്ടി എടുത്ത് അങ്ങ് പോവുക. കുറേ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാൽ ESI എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു, എന്നാൽ ESIയിലോട്ട് കയറ്റിയാട്ടെ എന്ന് പറഞ്ഞു. ESI കൊണ്ടുചെന്ന് അവർ ഡോക്ടർമാർ നോട്ടുന്നതേ അടുത്ത എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അടുത്ത എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ വയറ്റത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ, നീയാണ് കത്തി വെട്ടാൻ അനുവദിക്കരുത്, നീ അവന് സൗഖ്യം നൽകണമെന്ന്. ആ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴും അതിനകത്തും ഇതുപോലെ തന്നെ നമുക്ക് ആ എക്സ്റേ ഞാൻ കൊണ്ടുവന്നില്ല. അതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചൊരു മേഘക്കെട്ട് പോലെ കിടക്കുവാണ് വയറിനകം മുഴുവനും. അവിടുന്ന് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ വയറ്റിലൊന്നും കഴിക്കുന്നില്ല, കുഞ്ഞ് തളർന്ന് കിടക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊന്നുമില്ല, നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥ. വെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ സ്കാൻ ചെയ്തു. ആദ്യത്തെ സ്കാനിന് കുഞ്ഞിൻ്റെതായിരുന്നു. കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്തിട്ട് ഒന്നും ഒത്തിരി പേരുണ്ടായിരുന്നു സ്കാൻ ചെയ്യാനായിട്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ റിസൾട്ടായിട്ടാണ് ഞങ്ങൾ കിട്ടിയത്. അതിനകത്തുനിന്നും പറയുന്നത് വേറൊന്നും പറയുന്നില്ല അവർ. സർജറി എന്നുള്ള ഒറ്റ വാക്ക് മാത്രമാണ് നമ്മൾ കേട്ടാനുള്ളത്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, അതായത് സാക്ഷ്യപ്പെടുത്തിയേട്ടാ എൻ്റെ കുഞ്ഞിനെ കത്തി വെട്ടരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലാണ്. ഉടമ്പടി തൈലം തേച്ച് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പിറ്റേ ദിവസമായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കറിയത്തില്ല എവിടുന്നെല്ലാമാണ് ഡോക്ടർമാർ നോട്ടുന്നതെന്ന്, എത്ര സർജന്മാർ നോക്കിയെന്നും അറിയത്തില്ല. ഒരിടത്തോട്ട് ചെല്ലുമ്പോൾ അവിടോട്ട് തന്നെ നമ്മളോട് ചോദിച്ച് 3-4 സർജന്മാർ ഒരുമിച്ചാണ് കുഞ്ഞിനെ വന്ന് നോക്കുന്നത്. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ആ പാട് എന്താണെന്ന് അറിയുന്നില്ലാത്തൊരവസ്ഥ, ഒരു രോഗം എന്താണെന്ന് അറിയുന്നില്ല. വെറും ഒരു വയറുവേദന, ഒരു വയറിളക്കത്തെ തുടങ്ങിയ കാര്യമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവർ ട്രിപ്പ് ഇടുന്ന മാത്രമേ ഉള്ളൂ, വേറൊരു മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് നേരവും ഞാൻ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു, തൈലം തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4-ാം പൊട്ടമായപ്പോഴത്തേക്ക് ഡോക്ടർമാർ മെയിൻ സർജൻ വന്ന് കണ്ടിട്ട് പറഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, അതാ ഫുഡിൻ്റെ പ്രശ്നമായിരിക്കാം, നിങ്ങൾ വീട്ടിൽ പോക്കോ, അവന് ഒരു സർജറിയും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇന്നും ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു, അമ്മ വന്ന് മാതാവ് വന്ന് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്നുള്ള വിശ്വാസം മാത്രമാണുള്ളത്. എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതിൽ പിന്നെ അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ കുഞ്ഞ് സംസാരിക്കാനായിട്ട് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട്. കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 4-5 ദിവസം നമ്മൾ NICUവിൽ വെച്ചിരുന്നു. NICUവിൽ വെച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ നാവിനൊരു കെട്ടുണ്ട് എന്ന്. അപ്പം അതാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ആ ഒരു സമയം തൊട്ട് കുഞ്ഞിന് 1 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ എന്ത് ചെയ്യും, എന്നും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മുടെ തൈലം എടുത്ത് എന്നും നാവിൽ തൊട്ട് പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ, നീ വന്ന് സംസാരിക്കണമേ, നാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതോടുകൂടി സാധാരണ പിള്ളേർ സംസാരിക്കുന്ന പോലെ തന്നെ എൻ്റെ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഒരു നാട്ടിനെ കെട്ടോ ഒന്നും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് തിരുക്കുമാരൻ തന്ന നന്ദികൾ, രോഗസൗഖ്യങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം. പിന്നെ ഞാനൊരു അധ്യാപികയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ നമ്മൾ ഇപ്പോൾ 3 വർഷമായി കുഞ്ഞിന് 3 വയസ്സ് തൊട്ട് ഞാൻ ജപമാല റാലിക്ക് ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുക്കും. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരാണെങ്കിലും കൂട്ടത്തിലുള്ളവർ ഓരോ വർഷവും ഓരോ കുടുംബങ്ങളെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും. ജപമാല റാലി വരുമ്പോഴത്തേക്ക് ഓരോ വർഷം ഓരോ കുടുംബങ്ങളെയും കൂടി കൂടുതലായിട്ട് കൊണ്ടുവന്ന് ജപമാല റാലിയിൽ ഞങ്ങൾ കൂട്ടമായി ചേർന്ന് പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ പത്രവിതരണം എൻ്റെ വിദ്യാലയത്തിലും അതുപോലെ തന്നെ അവിടെയുള്ള അടുത്തുള്ള കടകളിലും ഷോപ്പുകളൊക്കെ ആദ്യമൊക്കെ നാണക്കേടുകളൊക്കെ നമുക്ക് തോന്നി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്തിനും നാണരിടണം, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനും നാണരിടണം എന്നോർത്തുകൊണ്ട്
അതുപോലെ തന്നെ പരോപകാര പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹത ആവശ്യമായവർ നമ്മളെ തട്ട സമയത്ത് നമ്മുടെ മുമ്പിൽ തന്നെ അവരെ മാതാവ് കൊണ്ട് എത്തിച്ചു തരും. അവർക്ക് ആവശ്യമുള്ള പരോപകാരങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ ശാരീരികമായി ചെയ്യേണ്ടത് ശാരീരികമായി, സാമ്പത്തികമായി ചെയ്യേണ്ടത് സാമ്പത്തികമായും ചെയ്തു വരാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഇന്നും മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാടും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു.